Hi everyone, welcome to KTU Classroom by Nino. Today we will discuss about the classification of pipeline processors. Last classes നമ്മൾ pipeline techniques നെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. We have introduced the pipeline technique to improve the processing speed. അതായത് ഒരു ഫാസ്റ്റർ പ്രോസസ്സിംഗ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൈപ്പ്ലൈനിങ് ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ പൈപ്പ്ലൈൻ പ്രോസസ്സേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ആണ്. അതായത് ഒരു പൈപ്പ്ലൈൻ പ്രോസസ്സർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഏത് പോർഷനിലാണ് നമ്മൾ പൈപ്പ്ലൈനിങ് ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൈപ്പ്ലൈൻ പ്രോസസ്സേഴ്സ് അവൈലബിൾ ആണ്. For example, arithmetic pipelining, instruction pipelining and processor pipelining. Okay, then arithmetic pipeline processors ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് ALU എന്ന് പറയുന്നത് it will be segmented. ഒരു സിംഗിൾ ALU യൂണിറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിന് പകരമായിട്ട് സെഗ്മെൻറ്റഡ് ALU ആയിരിക്കും അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതായത് ഡിഫറെൻറ്റ് ഡാറ്റ സ്ട്രീംസിനെ പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ALU സെഗ്മെൻറ്റ്സ് അവിടെ അവൈലബിൾ ആയിരിക്കും. അറ്റ് എ ടൈം മൾട്ടിപ്പിൾ ഡാറ്റ സ്ട്രീംസിനെ അവിടെ പ്രോസസ്സിംഗ് ചെയ്യുന്നുണ്ടായിരിക്കും. Okay. Also, all the arithmetic operations are considered as the sub-operations, such that each segment can perform a sub-operation. അതായത് നമ്മൾ ALU കൺസിഡർ ചെയ്യുന്ന സമയത്ത് ALU എന്ന് പറയുന്നത് സിംഗിൾ ALU യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതിന് പകരം ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു അരിത്മെറ്റിക് ലോജിക് ഓപ്പറേഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിനെ ഡിഫറെൻറ്റ് സബ് ഓപ്പറേഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കും, സച്ച് ദാറ്റ് ഈച്ച് സെഗ്മെന്റ് ഓഫ് ദ ALU ക്യാൻ പെർഫോം എ പെർട്ടിക്കുലർ സബ് ഓപ്പറേഷൻ. ഓക്കെ, ദെൻ വെരി ഹൈ സ്പീഡ് കമ്പ്യൂട്ടേഴ്സിലാണ് മെയിൻ ആയിട്ട് ഈ ഒരു അരിത്മെറ്റിക് പൈപ്പ് ലൈൻ ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ALU എന്ന് പറയുന്നത് ഇറ്റ് മേ ബി എ pipelined ALU. Okay, now let's see the arithmetic pipelining in detail. Consider an example, that is the arithmetic pipeline unit which is used for the floating point number addition and subtraction. രണ്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിൻ്റെ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യുന്ന ഒരു അരിത്മെറ്റിക് പൈപ്പ്ലൈൻ സ്ട്രക്ചറാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ബിഫോർ മൂവിങ് ഇൻ ടു ദ ഡീറ്റെയിൽസ്, ലെറ്റ്സ് സി ഹൗ ടു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആർ ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ്. Okay, consider two floating point numbers x and y. The first number x is represented as a into 2 raised to a and the second number y is represented as b into 2 raised to b. ഓക്കെ, എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് രണ്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആണ്. നമ്മൾ എങ്ങനെയാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക? ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിൽ ഒരു ഫ്രാക്ഷണൽ പാർട്ട് അവൈലബിൾ ആയിരിക്കും. ആ ഒരു ഫ്രാക്ഷണൽ പാർട്ടാണ് ഇവിടെ ക്യാപിറ്റൽ എ ആൻഡ് ക്യാപിറ്റൽ ബി എന്നുള്ള ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ഫ്രാക്ഷണൽ പാർട്ടിനെ നമ്മൾ മാൻറ്റിസ എന്നാണ് വിളിക്കുന്നുണ്ടായിരിക്കുക. ദെൻ സ്മോൾ ലെറ്റർ എ ആൻഡ് ബി റെപ്രസെൻറ്റ്സ് ദ എക്സ്പൊണൻറ്റ്. ദെൻ ഈ രണ്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിൽ നമ്മളൊരു അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യണമെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു കമ്പയർ ദ എക്സ്പൊണൻറ്റ്സ് സ്മോൾ ലെറ്റർ എ ആൻഡ് ബി. ഓക്കെ, ദെൻ ഈ രണ്ട് എക്സ്പൊണൻസും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇറ്റ് മേ ബി സെയിം ഓർ നോട്ട്. ഓക്കെ, ദെൻ ഇത് സെയിം ആണ് എങ്കിൽ വി ക്യാൻ പ്രൊസീഡ് ടു എ അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ. ഇഫ് ഇറ്റ് ഈസ് നോട്ട് സെയിം, വി ഹാവ് ടു അഡ്ജസ്റ്റ് ദ മാൻറ്റിസ പോർഷൻസ് പ്രോപ്പർലി സച്ച് ദാറ്റ് ദ ടു എക്സ്പൊണൻസ് ആർ ബിക്കം സെയിം. ഓക്കെ, അതായത് ഈ രണ്ട് എക്സ്പൊണൻസും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് എക്സ്പൊണൻസും സെയിം അല്ല എങ്കിൽ നമുക്ക് ഈ ഒരു മാൻറ്റിസ പോർഷൻസ്, അതായത് ഫ്രാക്ഷണൽ പോർഷനിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് ഈ എക്സ്പൊണൻസിനെ നമുക്ക് ഈക്വൽ ആക്കാണ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, നമുക്കറിയാം ഈ മാൻറ്റിസ എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ പാർട്ടാണ്. അതിനകത്തെ ബൈനറി പോയിന്റ് പ്രോപ്പർലി ലെഫ്റ്റിലോട്ട് അല്ലെങ്കിൽ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു എക്സ്പൊണൻസിനെ ഈക്വൽ ആക്കാൻ പറ്റും. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ വി ഹാവ് ടു അലൈൻ ദ മാൻറ്റിസ സച്ച് ദാറ്റ് ദ ടു എക്സ്പൊണൻസ് ആർ സെയിം. Okay, then after aligning we can perform the addition or subtraction of the mantissa portions inde addition or subtraction ആണ് third stepൽ perform ചെയ്യുന്നുണ്ടായിരിക്കുക. Then after that we have to normalize the result. Okay, then നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? എക്സ് ഈസ് ഇക്വൽ ടു എം ഇൻറ്റു ആർ റേസ് ടു ഇ, വേർ എം ഈസ് ദ മാൻറ്റിസ, ഇ ഈസ് ദ എക്സ്പൊണന്റ് ആൻഡ് ആർ ഈസ് ദ റാഡിക്സ്. റാഡിക്സ് മീൻസ് ബേസ്. That is, if you are considering a floating point in binary number system, this radix will be equal to 2, and if it is in decimal number system, this radix or r is equal to 10. Okay, then here we are considering two floating point numbers. X is equal to 0.9143 into 10 raised to 3 and y is equal to 0.5429 into 10 raised to 2. ഈ രണ്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സും നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റാഡിക്സ് എന്ന് പറയുന്നത് 10 വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ ഫസ്റ്റ് നമ്പറിൻ്റെ മാൻറ്റിസ് എന്താണ്? 0.9143 ആണ്. ദെൻ എക്സ്പൊണൻറ്റ് ഈസ് 3. ഓക്കെ, സെക്കൻഡ് നമ്പറിൻ്റെ മാൻറ്റിസ എന്ന് പറയുന്നത് 0.5429 ആണ്. എക്സ്പൊണൻറ്റ് ഈസ് 2 ആൻഡ് വി ഹാവ് ടു ആഡ് ഓർ സബ്ട്രാക്ട് ദീസ് ടു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്. ദെൻ കറസ്പോണ്ടിങ് ആയിട്ടൊരു ALUവിൻ്റെ സെഗ്മെൻറ്റഡ് സ്ട്രക്ചർ എങ്ങനെയാണ് വരാൻ നമുക്ക് നോക്കാം. ഓക്കെ, ദ ഫസ്റ്റ് സെഗ്മെൻറ്റ് വിൽ കമ്പയർ ദ ടു എക്സ്പൊണൻസ്. ഇവിടെ നമുക്ക് രണ്ട് എക്സ്പൊണൻസ് എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്? 3 ആൻഡ് 2 ആണ് എക്സ്പൊണൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഫസ്റ്റ് എക്സ്പൊണൻറ്റ് ഈസ് 3 ആൻഡ് ദ സെക്കൻഡ് എക്സ്പൊണൻറ്റ് ഈസ് 2. കമ്പാരിസൺ ഓഫ് ദ എക്സ്പൊണൻറ്റ് ക്യാൻ ബി ഡൺ ബൈ സബ്ട്രാക്ടിങ് ദീസ് ടു. അതായത് ഫസ്റ്റ് നമ്പറിൻ്റെ എക്സ്പൊണൻറ്റ് 3 ആണ്, സെക്കൻഡ് നമ്പറിൻ്റെ എക്സ്പൊണൻറ്റ് 2 ആണ്. ഓക്കെ, ദെൻ ഈ രണ്ട് എക്സ്പൊണൻസ് നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു സബ്ട്രാക്ട് ഇറ്റ്. ദെൻ 3 മൈനസ് 2 ചെയ്യുന്ന സമയത്ത് 1 ആണ് നമുക്ക് കിട്ടുന്നത്. The exponents are not equal, there is a difference and the difference is 1.
then the second segment has to align the mantissa because there is a difference between the exponents. നമ്മൾ എക്സ്പൊണൻസ് കമ്പയർ ചെയ്ത സമയത്ത് അവിടെ ഒരു ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സ് എന്തായിരിക്കും, മാൻറ്റിസാസിനെ അലൈൻ ചെയ്യാന്നുള്ളതാണ്. such that the two floating point numbers should have the same exponent. നമുക്കിവിടെ രണ്ട് എക്സ്പൊണൻസ് അവൈലബിൾ ആയിരുന്നു. ഈ രണ്ട് എക്സ്പൊണൻസിനകത്ത് ലാർജർ എക്സ്പൊണൻ്റ് ആണ് നമ്മൾ റിസൾട്ടിൻ്റെ എക്സ്പൊണൻ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ we have to adjust the mantissa of the floating point number which have the lower exponent. അതായത് ഇവിടെ നമുക്ക് 2, 3 എന്നുള്ള രണ്ട് എക്സ്പൊണൻസ് ആയിരുന്നു അവൈലബിൾ ആയിരുന്നു. അതിനകത്ത് 3 എന്നുള്ള ഒരു ലാർജർ എക്സ്പൊണൻ്റ് ആണ് നമ്മൾ റിസൾട്ടിൻ്റെ എക്സ്പൊണൻ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, സെക്കൻഡ് നമ്പർ അതായത് 2 എന്നുള്ളൊരു എക്സ്പൊണൻ്റ് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു നമ്പറിൻ്റെ മാൻറ്റിസ പോർഷനാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടായിരിക്കുക. ദെൻ മാൻറ്റിസാസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എക്സ്പൊണൻസ് ഈക്വൽ ആക്കുക എന്ന് പറയുന്ന സമയത്ത് ലാർജർ എക്സ്പൊണൻ്റ് ആണ് നമ്മൾ റിസൾട്ടിൻ്റെ എക്സ്പൊണൻ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. അതായത് 3 ആണ് റിസൾട്ടിൻ്റെ എക്സ്പൊണൻ്റ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. So we have to adjust the mantissa portion of this second number which have the lower exponent. Lower exponent വന്നിട്ടുള്ള ആ ഒരു നമ്പറിൻ്റെ മാൻറ്റിസ പോർഷൻ ആണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരിക, such that its exponent is also equal to 3. ഓക്കെ, ദെൻ y എന്ന് പറയുന്ന ഈ ഒരു സെക്കൻഡ് നമ്പറിൻ്റെ എക്സ്പൊണൻ്റ് എങ്ങനെയാണ് നമുക്ക് 3 ആക്കാൻ പറ്റുന്നുണ്ടായിരിക്കുക. വി ഹാവ് ടു ഷിഫ്റ്റ് ദിസ് ഡെസിമൽ പോയിന്റ് ടുവേർഡ്സ് ദ ലെഫ്റ്റ് ബൈ 1 പൊസിഷൻ, ദെൻ വി ക്യാൻ ഇൻക്രിമെൻറ്റ് ദിസ് എക്സ്പൊണൻ്റ് ബൈ 1. Okay, അതായത് the new mantissa or aligned mantissa of the second number will be equal to 0.05429. Then the exponent will be equal to 3. So the new value of the second floating point number y is equal to 0.05429 into 10 raised to 3. Then we can perform the addition or subtraction operation. Assume we are performing an addition operation. So the third segment will perform the addition of the mantissa portions. Mantissa portions നമ്മൾ align ചെയ്തിട്ടുണ്ട്. Then aligned mantissa portions ഇവിടെ add ചെയ്യാണ്. The result is given here which is equal to 0.96859. Okay, then finally in the fourth segment we have to normalize the result. ഇവിടെ നമുക്ക് നോർമലൈസ്ഡ് റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കൊണ്ട് അഗെയിൻ ഒരു നോർമലൈസേഷൻ ആവശ്യമില്ല. റിസൾട്ട് വിൽ ബി ഈക്വൽ ടു 0.96859 ഇൻറ്റു 10 raised to 3. ഓക്കെ, ഈ ഒരു നോർമലൈസേഷൻ എപ്പോഴാണ് വേണ്ടി വരുന്നുണ്ടായിരിക്കുക, നമ്മളൊരു അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഓവർഫ്ലോ അല്ലെങ്കിൽ അണ്ടർഫ്ലോ വന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് റിസൾട്ടിനെ നോർമലൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. എന്താണ് ഒരു ഓവർഫ്ലോ എന്ന് പറയുന്നത്, നമ്മൾ രണ്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് ലാർജർ ദാൻ ദ ഫ്ലോട്ടിംഗ് പോയിന്റ് ദാറ്റ് ഇറ്റ് ക്യാൻ ബി സ്റ്റോർഡ്, ദെൻ വി ക്യാൻ സേ ദാറ്റ് ദർ ഈസ് ആൻ ഓവർഫ്ലോ. നമ്മൾ രണ്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ കിട്ടുന്ന റിസൾട്ട് ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ വലിയൊരു നമ്പർ ആണ് എങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദർ ഇസ് ആൻ ഓവർഫ്ലോ. ദെൻ ഓവർഫ്ലോ എന്നാൽ ഹൗ വി ക്യാൻ സ്റ്റോർ ദ റിസൾട്ട്, വി ഹാവ് ടു അഡ്ജസ്റ്റ് ദ എക്സ്പൊണന്റ് ആൻഡ് പ്രോപ്പർലി അഡ്ജസ്റ്റ് ദ മാൻറ്റിസ. ഓക്കെ, അതുപോലെ തന്നെ നമ്മളൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് അവൈലബിൾ ആവുന്ന റിസൾട്ട് ഇഫ് ഇറ്റ് ഈസ് സ്മോളർ ഇൻ മാഗ്നിറ്റ്യൂഡ് ദാൻ ദ സ്മോളസ്റ്റ് ഫ്ലോട്ടിംഗ് പോയിന്റ് ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ്, ദെൻ വി ക്യാൻ സേ ദാറ്റ് ദർ ഈസ് എ അണ്ടർഫ്ലോ. അണ്ടർഫ്ലോ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ തന്നെ ഒരു നോർമലൈസേഷൻ ചെയ്യുവാണെങ്കിൽ വി ക്യാൻ സ്റ്റോർ ദ റിസൾട്ട് പ്രോപ്പർലി. Then from this example you can clearly understood that to perform a floating point addition or subtraction we can use a 4-segment ALU such that the first segment will compare the exponents, the second segment will align the mantissas and the third segment will perform the addition or subtraction and the fourth segment will normalize the result. Okay, then ഈ ഒരു പൈപ്പ്ലൈൻ്റെ ALUവിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. Here you can see that the exponents of the two floating point numbers are inputting here small letter a and small letter b. The mantissas are represented as capital letter A and B which are stored in the registers. Okay, then the first segment will compare the two exponents small letter A and small letter B. Then the first segment will compare the two exponents A and B which are stored in the registers. The comparison is performed by a subtraction operation. Then after this subtraction the difference is passing to the second segment, and in the second segment the mantissas are aligned properly depending on the difference. Also it will choose the exponent of the result. റിസൾട്ടിൻ്റെ എക്സ്പൊണൻ്റ് എന്തായിരിക്കും, നമ്മളിവിടെ ഇൻപുട്ട് ചെയ്യുന്ന രണ്ട് എക്സ്പൊണൻസിൽ ലാർജർ എക്സ്പൊണൻ്റ് ഏതാണോ അതായിരിക്കും റിസൾട്ടിൻ്റെ എക്സ്പൊണൻ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ദെൻ ആഫ്റ്റർ അലൈനിങ് ദ മാൻറ്റിസാസ് ദ റിസൾട്ട്സ് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ രജിസ്റ്റർ. ദെൻ in the third segment the addition or subtraction operations are performed. That is the aligned mantissas are added to the or subtracted. Okay, then the result is also stored in this register, and after that the final segment, that is the segment 4, will perform the normalization of the result depending on whether there is an underflow or overflow is occurred during the addition or subtraction operation. Okay, and we know that to normalize the result we have to adjust the exponent, and after adjusting the exponent the result will be stored here and also the adjusted mantissa will be stored here. Okay, this is the structure of a pipelined ALU to perform the floating point addition or subtraction.
Okay, then that's all about the arithmetic pipelining. Next we will see the instruction pipelining. നമുക്കറിയാം നമ്മളൊരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ഓപ്പറേഷൻ വരുന്നുണ്ട് അല്ലേ. അതായത് ഫസ്റ്റ് നമുക്ക് ആ ഒരു ഇൻസ്ട്രക്ഷനെ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്തെടുക്കണം, ദെൻ ഫെച്ച് ചെയ്തിട്ടുള്ള ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യണം, ദെൻ ആഫ്റ്റർ ദാറ്റ് വി വിൽ എക്സിക്യൂട്ട് ഇറ്റ്. ഓക്കെ, ദെൻ നമ്മളൊരു നോർമൽ പ്രോസസ്സറാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ ഒരു പ്രോസസ്സർ എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കും? ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്ത് ഡീകോഡ് ചെയ്തതിന് ശേഷം ആ ഒരു ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ അത് ഫെച്ച് ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ. ഓക്കെ, പക്ഷേ ഈ ഒരു ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ സ്ട്രക്ചറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ് എ മൾട്ടിപ്പിൾ സ്ട്രീംസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ബൈ ഓവർലാപ്പിംഗ് ദ ഫെച്ച്, ഡീകോഡ് ആൻഡ് എക്സിക്യൂട്ട് ഫേസസ്. അതായത് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ സ്ട്രക്ചറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അറ്റ് ദ സെയിം ടൈം ഇറ്റ് ക്യാൻ പ്രോസസ് എ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, നോർമൽ പ്രോസസ്സറാണ് എങ്കിൽ അറ്റ് എ ടൈം ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ്റെ പ്രോസസ്സിംഗ് മാത്രമായിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക. ആ ഒരു ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്ത് ഡീകോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനെ അതിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. പക്ഷേ ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ സ്ട്രക്ചറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസിനെ സെയിം ടൈം തന്നെ അവിടെ പ്രോസസ്സ് ചെയ്യുന്നുണ്ടായിരിക്കും. അവിടെ ഓരോ ബേസിക് ഓപ്പറേഷനും വേണ്ടിയിട്ട് ഓരോ സെഗ്മെൻറ്റ്സ് അവൈലബിൾ ആയിരിക്കും. അതായത് ഫെച്ചിങ്, ഡീകോഡിങ് ആൻഡ് എക്സിക്യൂട്ടിങ്, അതാണ് നമ്മുടെ ബേസിക് ഓപ്പറേഷൻസ് വരുന്നതെങ്കിൽ ആ ബേസിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഡെഡിക്കേറ്റഡ് സെഗ്മെൻറ്റ്സ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ദെൻ എക്സിക്യൂഷൻ സെഗ്മെൻറ്റ് ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സെയിം ടൈമിൽ തന്നെ ഡീകോഡിംഗ് സെഗ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ ഡീകോഡിംഗ് പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കും. അറ്റ് ദ സെയിം ടൈം ദ സെഗ്മെൻറ്റ് ഫോർ ദ ഫെച്ച് ഓപ്പറേഷൻ വിൽ ബി ഫെച്ചിങ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. That is, the instruction pipeline will overlap the fetch, decode and execution phases of the instruction, and so it can process multiple instructions at the same time. ഓക്കെ, ദെൻ ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു 2 സെഗ്മെൻറ്റ് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ സ്ട്രക്ചറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് 2 സെഗ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ ഫെച്ചിങ്ങിന് വേണ്ടിയിട്ടും നെക്സ്റ്റ് സെഗ്മെൻറ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. ഓക്കെ, ദെൻ നമ്മൾ ആ ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ചിങ് സെഗ്മെൻറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് മെയിൻ എലമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഫിഫോ ബഫർ ആയിരിക്കും. ഫിഫോ ബഫർ മീൻസ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ബഫർ. ഓക്കെ, ഒരു സ്റ്റോറേജ് എലമെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ഫിഫോ ബഫർ എന്തായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക? എക്സിക്യൂഷൻ യൂണിറ്റ് എപ്പോഴൊക്കെയാണോ മെമ്മറിനെ യൂസ് ചെയ്യാതിരിക്കുന്നത്, അതായത് നമുക്ക് 2 സെഗ്മെൻറ്റ്സ് ആണുള്ളത് അല്ലേ, ഫെച്ചിങ് സെഗ്മെൻറ്റും ഉണ്ട്, എക്സിക്യൂഷൻ സെഗ്മെൻറ്റും ഉണ്ട്. അപ്പോൾ ആ ഒരു എക്സിക്യൂഷൻ സെഗ്മെൻറ്റ് എപ്പോഴൊക്കെയാണോ മെമ്മറിനെ യൂസ് ചെയ്യാതെ ഐഡിലായിട്ട് ഇട്ടിരിക്കുന്നത് ആ സമയത്തെല്ലാം ഈ ഒരു ഫിഫോ ബഫർ എന്ത് ചെയ്യും? മെമ്മറിക്കകത്തുനിന്ന് ഇൻസ്ട്രക്ഷൻസിനെ ഫെച്ച് ചെയ്തിട്ട് ബഫറിനകത്ത് സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഫിഫോ ബഫർ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇൻ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആയിരിക്കും ഫസ്റ്റ് ഔട്ട് ആവുന്നത്. And the instructions are fetched from the memory one by one and stored in this queue waiting for the execution unit. ഓക്കെ, ദെൻ എക്സിക്യൂഷൻ യൂണിറ്റ് എന്തായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക? ആ ബഫറിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനെ 1 by 1 ആയിട്ട് ഡീകോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അങ്ങനെയാണ് ഒരു 2 സെഗ്മെൻറ്റ് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. ഫസ്റ്റ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഫെച്ചിങ്ങിന് വേണ്ടിയിട്ടും സെക്കൻഡ് സെഗ്മെൻറ്റ് എക്സിക്യൂഷന് വേണ്ടിയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഫസ്റ്റ് സെഗ്മെൻറ്റ് ഫെച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് അതിനകത്ത് മെയിൻ എലമെൻറ്റ് ഒരു ഫിഫോ ബഫർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ ഇൻസ്ട്രക്ഷൻസ് മെമ്മറി എപ്പോഴൊക്കെയാണോ ഫ്രീ ആവുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഫിഫോ ബഫർ എന്ത് ചെയ്യും? ഓരോ ഇൻസ്ട്രക്ഷൻസ് 1 by 1 ആയിട്ട് ഫെച്ച് ചെയ്തിട്ട് ആ ഒരു ഫിഫോ ബഫറിൽ സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഫിഫോ ബഫർ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇൻപുട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആയിരിക്കും ഫസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക ടു ദ എക്സിക്യൂഷൻ യൂണിറ്റ്. ഓക്കെ, ദെൻ എക്സിക്യൂഷൻ യൂണിറ്റ് എന്താ ചെയ്യുന്നുണ്ടായിരിക്കുക? ഈ ഫിഫോ ബഫറിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനെ 1 by 1 ആയിട്ട് ആക്സസ് ചെയ്ത് ഡീകോഡ് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അതാണ് ഒരു 2 സെഗ്മെൻറ്റ് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഒരു 4 സെഗ്മെൻറ്റ് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ എങ്ങനെയാണ് വരാൻ നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷനകത്ത് ഡിഫറെൻറ്റ് ഫേസസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ദറ്റ് ഈസ് ഫസ്റ്റ് വി വിൽ ഫെച്ച് ദ ഇൻസ്ട്രക്ഷൻ ഫ്രം ദ മെമ്മറി, then in the second step we will decode the instruction, then in the third step we will calculate the effective address of the operand. ഡീകോഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് അവിടെ ആ ഒരു ഇൻസ്ട്രക്ഷനകത്ത് എന്ത് ഓപ്പറേഷനാണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ദെൻ നമുക്ക് ആ ഒരു ഓപ്പറാൻസിലാണ് ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ടത്. ദെൻ ആ ഒരു ഓപ്പറാൻസ് എവിടെയാണ് അവൈലബിൾ ആയിരിക്കുന്നതെന്ന് എങ്ങനെയാണ് പ്രോസസർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? the processor has to calculate the effective address of the operand. Okay, then ആ ഒരു പെർട്ടിക്കുലർ എഫക്റ്റീവ് അഡ്രസ്സിൽ നിന്ന് ഓപ്പറാൻസ് ഫെച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യും, അതായത് അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളൊരു ഓപ്പറേഷൻ ആ ഓപ്പറാൻസിൽ പെർഫോം ചെയ്യും. ദെൻ ആഫ്റ്റർ ദാറ്റ് വി വിൽ സ്റ്റോർ ദ റിസൾട്ട് ഇൻ ദ പ്രോപ്പർ പ്ലേസ്. ഇത്രയും സ്റ്റെപ്സ് ആണ് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ ബ്രീഫായിട്ട് പറഞ്ഞതാണ് ഫെച്ചിങ്, ഡീകോഡിങ്, എക്സിക്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ 6 സ്റ്റെപ്സ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു 6 സ്റ്റെപ്സ് ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് വി ഹാവ് ടു എക്സിക്യൂട്ട് ബൈ യൂസിങ് 4 സെഗ്മെൻറ്റ്സ്. ഓക്കെ, നമ്മളൊരു 4 സെഗ്മെൻറ്റ് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ സ്ട്രക്ചറാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 6 ഓപ്പറേഷൻസ് നമുക്ക് 4 സെഗ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, ദറ്റ് ഈസ് ഐ ഹാവ് ടു യൂസ് 4 ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ്. ഓക്കെ, ഫസ്റ്റ് സെഗ്മെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫെച്ചിങ് ദ ഇൻസ്ട്രക്ഷൻ. ഇവിടെ ഫസ്റ്റ് ഓപ്പറേഷനായിട്ട് കാണിച്ചിട്ടുള്ളത് എന്താണ്? ഫെച്ച് ദ ഇൻസ്ട്രക്ഷൻ എന്നാണ്. ആ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് സെഗ്മെൻറ്റ് യൂസ് ചെയ്യാണ്. FI എന്നാണ് ഞാൻ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്, ഫെച്ചിങ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ദെൻ സെക്കൻഡ് ആൻഡ് തേർഡ് ഓപ്പറേഷൻസ് കമ്പൈൻ ചെയ്തിട്ട്, അതായത് ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യണം, ഓപ്പറാൻസിൻ്റെ എഫക്റ്റീവ് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ആ 2 ഓപ്പറേഷൻസിനും കൂടിയിട്ട് നമ്മൾ കമ്പൈൻഡ് ആയിട്ട് ഒരു സിംഗിൾ സെഗ്മെൻറ്റ് യൂസ് ചെയ്യാണ്, ഡീകോഡ് ആൻഡ്
അഡ്രസ്. ഓക്കെ, ഡീകോഡ് ചെയ്യാൻ വേണം, ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യാൻ വേണം, അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ ഫോർത്ത് സ്റ്റെപ്പിൽ എന്താണ്, വി ഹാവ് ടു ഫെച്ച് ദ ഓപ്പറാൻഡ്സ് ഫ്രം ദ മെമ്മറി. ഓക്കെ, അതിന് വേണ്ടിയിട്ട് അനദർ ഒരു സെഗ്മെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് ഫെച്ചിങ് ഓപ്പറാൻഡ്. ഓക്കെ, എഫ് ഒ എന്നാണ് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. തേർഡ് സെഗ്മെൻറ്റ് ഈസ് എഫ് ഒ. ദെൻ ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത് സ്റ്റെപ്പിനകത്ത് ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, എക്സിക്യൂട്ട് ദ ഇൻസ്ട്രക്ഷൻ ആൻഡ് സ്റ്റോർ ദ റിസൾട്ട് ഇൻ ദ പ്രോപ്പർ പ്ലേസ്. ഈ രണ്ട് ഓപ്പറേഷൻസും നമ്മളൊരു സിംഗിൾ സെഗ്മെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് അച്ചീവ് ചെയ്യുന്നത്, വിച്ച് ഈസ് ഡിനോട്ടഡ് ആസ് ഇ എക്സ്. ദറ്റ് ഈസ് ദിസ് സെഗ്മെൻറ്റ് വിൽ എക്സിക്യൂട്ട് ദ ഇൻസ്ട്രക്ഷൻ ആൻഡ് സ്റ്റോർ ദ റിസൾട്ട്സ്. ഓക്കെ, സോ ഹിയർ വി ആർ യൂസിങ് 4 ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ടു പെർഫോം ഓൾ ദീസ് 6 ഓപ്പറേഷൻസ്. ഓക്കെ, ദെൻ എങ്ങനെയാണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ പൈപ്പ്ലൈൻ സ്ട്രക്ചർ വർക്ക് ചെയ്യുന്നതെന്ന് ഇവിടെ ഒരു ഫ്ലോ ചാർട്ടിൽ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ദ സെഗ്മെൻറ്റ് 1. This is the segment 1 and the corresponding operation is fetching the instruction from the memory. Okay, first segment in operation endana, it will fetch the instruction from the memory. Okay, then after fetching the instruction it will pass to the segment 2. Segment 2 endana cheyyunnundarikka, it will decode the instruction and calculate the effective address. Okay, then our effective address calculate ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ബ്രാഞ്ചിങ് ഉണ്ടോ എന്നായിരിക്കും നെക്സ്റ്റ് ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇഫ് ദർ ഈസ് നോ ബ്രാഞ്ചിങ്, then what will happen, the segment 3 will fetch the operands from the memory which is specified by the calculated effective address. Okay, then our operands available ആയി കഴിഞ്ഞാൽ it will pass to the segment 4. The segment 4 will execute the instruction. Okay, during the execution of the instruction there is a check for interrupt. If there is no interrupt, then what will happen, the result of the instruction will be stored in the proper place and the control will pass to the segment 1. ഓക്കെ, ദെൻ ഈ ഒരു എഫക്റ്റീവ് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മളോട് ഒരു ബ്രാഞ്ചിങ് കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇഫ് ദർ ഈസ് നോ ബ്രാഞ്ചിങ്, ദ പ്രോസസർ ക്യാൻ ഫെച്ച് ദ ഓപ്പറാൻഡ്സ് ഫ്രം ദ എഫക്റ്റീവ് അഡ്രസ്. ഇഫ് ദർ ഈസ് എനി ബ്രാഞ്ചിങ് ഒക്യൂർസ്, ദെൻ ദ പ്രോസസർ ഹാസ് ടു ചേഞ്ച് ദ കൺട്രോൾ ടു എ ന്യൂ ലൊക്കേഷൻ. സോ ദ പ്രോസസർ ഹാസ് ടു അപ്ഡേറ്റ് ദ PC വിത്ത് എ ന്യൂ അഡ്രസ്. ഓക്കെ, എഫക്റ്റീവ് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഒരു ബ്രാഞ്ചിങ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രാഞ്ചിങ് ഇല്ല എങ്കിൽ നെക്സ്റ്റ് പ്രോസസ്സ് എന്തായിരിക്കും, ആ ഒരു കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള എഫക്റ്റീവ് അഡ്രസ്സിൽ നിന്ന് ഓപ്പറാൻഡ്സ് ഫെച്ച് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. പക്ഷേ അവിടെ ഒരു ബ്രാഞ്ചിങ് ഒക്യൂർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നുണ്ടായിരിക്കുക, ഒരു പുതിയൊരു ലൊക്കേഷനിലേക്കാണ് എക്സിക്യൂഷൻ പോകുന്നുണ്ടായിരിക്കുക. ഓക്കെ, സോ ദ പ്രോസസർ വിൽ അപ്ഡേറ്റ് ദ PC വിത്ത് ദ ബ്രാഞ്ചിങ് അഡ്രസ് ആൻഡ് ഇറ്റ് ഓൾസോ എംപ്റ്റി ദ പൈപ്പ്ലൈൻ ആൻഡ് ഗോ ടു ദ ഫസ്റ്റ് ഓപ്പറേഷൻ. That is, the program counter is updated with the new branching address and all the filled pipelines are cleared and the control goes to the segment 1. That is, an instruction will be fetched from the new location which is pointed by the branching address. Okay, then also നമ്മളിവിടെ ഒരു ഇൻട്രപ്റ്റിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഇൻട്രപ്റ്റ്സ് ഒന്നും അവൈലബിൾ അല്ല എങ്കിൽ what will happen, the result of execution of the instruction will be stored and the control will go to the segment 1 itself. Okay, അതേസമയം ഇവിടെ ഒരു ഇൻട്രപ്റ്റ് ഒക്യൂർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ നടക്കുന്നുണ്ടായിരിക്കുക, ഇൻസ്റ്റെഡ് ഓഫ് എക്സിക്യൂട്ടിംഗ് ദ വെരി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ വി ഹാവ് ടു എക്സിക്യൂട്ട് ദ ഇൻട്രപ്റ്റ് ഹാൻഡ്ലിംഗ് പ്രോഗ്രാം. Okay, then the process has to update the PC as per the interrupt and it will also clear filled pipeline and go to the ഫസ്റ്റ് സെഗ്മെൻറ്റ്. അതായത് ഓൾറെഡി ഫില്ലായിട്ടിരിക്കുന്ന പൈപ്പ്ലൈനെ ക്ലിയർ ചെയ്തതിന് ശേഷം ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീനിലെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്ത് അതിനെ ഡീകോഡ് ചെയ്ത് അങ്ങനെ പ്രൊസീഡ് ചെയ്യാണ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, then ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഹിയർ യു ക്യാൻ സി 1 2 3 4 5 എക്സെട്ര ഇൻ ദ ഹൊറിസോണ്ടൽ ആക്സിസ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ക്ലോക്ക് പീരീഡ്സ്. ഫസ്റ്റ് ക്ലോക്ക് പീരീഡിൽ ഏത് ഇൻസ്ട്രക്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, സെക്കൻഡ് ക്ലോക്ക് പീരീഡിൽ ഏതൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് പ്രോസസ്സ് ചെയ്യുന്നതെന്നാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു വെർട്ടിക്കലി കാണിച്ചിട്ടുള്ളത് ഇൻസ്ട്രക്ഷൻസിൻ്റെ നമ്പറാണ്. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ, സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ, തേർഡ് ഇൻസ്ട്രക്ഷൻ ആൻഡ് സോ ഓൺ. ഓക്കെ, ഹിയർ യു ക്യാൻ സി ദാറ്റ് ദ തേർഡ് ഇൻസ്ട്രക്ഷൻ is a branch instruction. Now let's see how this instruction pipeline operates. Okay, in the first clock cycle what will happen, the first instruction will be fetched. ഓക്കെ, നമുക്കിവിടെ 4 സെഗ്മെൻറ്റിൻ്റെ ഒരു പൈപ്പ് ലൈനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫെച്ചിങ്, ഡീകോഡിങ്, ഫെച്ചിങ് ദ ഓപ്പറാൻഡ്സ് ആൻഡ് എക്സിക്യൂഷൻ. അങ്ങനെ 4 സെഗ്മെൻറ്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ ഫസ്റ്റ് ക്ലോക്ക് സൈക്കിളിൽ ഫസ്റ്റ് സെഗ്മെൻറ്റ് മാത്രമാണ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇറ്റ് വിൽ ഫെച്ച് ദ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, സെക്കൻഡ് ക്ലോക്ക് സൈക്കിൾ ആവുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നുണ്ടായിരിക്കുക, ഓൾറെഡി ഫസ്റ്റ് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ ഡീകോഡിങ് ആയിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഡീകോഡിങ്ങും എഫക്റ്റീവ് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അറ്റ് ദ സെയിം ടൈം ദ സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ വിൽ ബി ഫെച്ച്ഡ്. ഓക്കെ, സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ അവിടെ ഫെച്ച് ചെയ്യുന്നുണ്ട്. ദെൻ തേർഡ് ക്ലോക്ക് സൈക്കിൾ കൺസിഡർ ചെയ്യുക. തേർഡ് ക്ലോക്ക് സൈക്കിളിനകത്ത് എന്താണ് സംഭവിക്കുന്നുണ്ടായിരിക്കും, ഓൾറെഡി ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ ഡീകോഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലേ, എഫക്റ്റീവ് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ആ ഒരു എഫക്റ്റീവ് അഡ്രസ്സ് ചെയ്യുന്ന ഓപ്പറാൻഡ്സ് ഫെച്ച് ചെയ്യുകയാണ് ചെയ്യുന്നുണ്ടായിരിക്കും. അതേസമയം സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ്റെ ഫെച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദെൻ തേർഡ് ക്ലോക്ക് സൈക്കിൾ എന്താണ് സംഭവിക്കുന്നുണ്ടായിരിക്കുക, സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ്റെ ഡീകോഡിംഗ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ തേർഡ് ക്ലോക്ക് സൈക്കിൾ ഒരു ഓപ്പറേഷൻ കൂടെ വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഇറ്റ് വിൽ ഫെച്ച് ദ തേർഡ് ഇൻസ്ട്രക്ഷൻ. അതായത് തേർഡ് ക്ലോക്ക് സൈക്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അറ്റ് എ ടൈം 3 സെഗ്മെൻറ്റ്സ് വർക്കിംഗ് ആണ്. ഫെച്ചിങ് ഓപ്പറാൻഡ്സ്, ഡീകോഡിംഗ്,
ആൻഡ് ഫെച്ചിങ് ഇൻസ്ട്രക്ഷൻ. അങ്ങനെ 3 സെഗ്മെൻറ്റ്സ് വർക്കിംഗ് ആണ്. ഇതിനകത്ത് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ ഓപ്പറാൻഡ്സ് ഫെച്ച് ചെയ്യുന്ന സെയിം ടൈമിൽ തന്നെ സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ്റെ ഡീകോഡിങ്ങും തേർഡ് ഇൻസ്ട്രക്ഷൻ്റെ ഫെച്ചിങ്ങും നടക്കുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്ലോക്ക് സൈക്കിൾ കൺസിഡർ ചെയ്യാണ്. നെക്സ്റ്റ് ക്ലോക്ക് സൈക്കിൾ പൈപ്പ് ലൈൻ ഫിൽഡ് ആണ്. അതായത് 4 സെഗ്മെൻറ്റും അറ്റ് എ ടൈം വർക്കിംഗ് ആണ്. 4 സെഗ്മെൻറ്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 4 സെഗ്മെൻറ്റും വർക്കിംഗ് ആയിട്ടുള്ളത് ഏത് ക്ലോക്ക് സൈക്കിളിലാണ്? ഫോർത്ത് ക്ലോക്ക് സൈക്കിളാണ്. ഫോർത്ത് ക്ലോക്ക് സൈക്കിൾ എന്താണ് സംഭവിക്കുന്നത്? ഫസ്റ്റ് ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ്റെ ഓപ്പറാൻഡ്സ് ഫെച്ച് ചെയ്യുന്നു, തേർഡ് ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യുന്നു, ഫോർത്ത് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്നു. ഓക്കെ, പൈപ്പ് ലൈൻ ഫില്ലായി. അതായത് 4 സെഗ്മെൻറ്റ്സ് ഇപ്പോൾ വർക്കിംഗ് ആണ്. ഓക്കെ, ദെൻ ഹിയർ യു ക്യാൻ സീ ദ തേർഡ് ഇൻസ്ട്രക്ഷൻ ഈസ് ഡീകോഡഡ്. ദെൻ ഈ ഒരു തേർഡ് ഇൻസ്ട്രക്ഷൻ്റെ ഡീകോഡിങ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ദ പ്രോസസ്സർ വിൽ ഐഡൻറ്റിഫൈസ് ദാറ്റ് ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അവിടെ ഒരു ബ്രാഞ്ചിങ് ഐഡൻറ്റിഫൈ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നുണ്ടായിരിക്കുക? നെക്സ്റ്റ് ക്ലോക്ക് സൈക്കിൾ വരുന്ന സമയത്ത് പ്രീവിയസ് ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ ഈ ഒരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ്റെ ഓപ്പറാൻഡ്സ് ഫെച്ച് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് ഓൾ ദ സെഗ്മെൻറ്റ്സ് വിൽ ബി ക്ലിയർഡ്. ഓക്കെ, അതായത് നോർമൽ എക്സിക്യൂഷൻ ആയിരുന്നു എങ്കിൽ ഈ ഒരു ഫിഫ്ത്ത് ക്ലോക്ക് സൈക്കിൾ എന്താണ് വരേണ്ടിയിരുന്നത്? സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ, തേർഡ് ഇൻസ്ട്രക്ഷൻ്റെ ഓപ്പറാൻഡ് ഫെച്ചിങ്, ഫോർത്ത് ഇൻസ്ട്രക്ഷൻ്റെ ഡീകോഡിംഗ് ആണ് വരേണ്ടിയിരുന്നത് അല്ലേ. പക്ഷേ നമുക്കിവിടെ ഒരു തേർഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? പ്രീവിയസ് ആയിട്ടുണ്ടായിരുന്ന ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ്റെ പ്രോസസ്സിംഗ് കണ്ടിന്യൂ ചെയ്യാണ്. ദറ്റ് ഈസ് ദ ഓപ്പറാൻഡ്സ് ആർ ഫെച്ച്ഡ് ഹിയർ ആൻഡ് ആഫ്റ്റർ ദാറ്റ് all the segments are cleared. And in the 6th clock cycle, what will happen? The execution of the branch instruction will be done. After completing the execution of the branch instruction, the control will be, the processor will return to a normal pipeline operation. അതായത് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷന് ശേഷമുള്ള ഇൻസ്ട്രക്ഷൻ അവിടെ ഫെച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ 8th ക്ലോക്ക് സൈക്കിൾ ആകുമ്പോഴത്തേക്കും ഈ ഒരു ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യുന്നു, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്നു. ദെൻ 9th ക്ലോക്ക് സൈക്കിൾ ആവുന്ന സമയത്ത് ഡീകോഡ് ചെയ്തിട്ടുള്ള ഇൻസ്ട്രക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറാൻഡ്സ് ഫെച്ച് ചെയ്യുന്നു. ഇവിടെ ഡീകോഡിംഗ് നടക്കുന്നു, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്നു. ഓക്കെ, 10th ക്ലോക്ക് സൈക്കിൾ എന്താണ്? ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഓപ്പറാൻഡ്സ് ഫെച്ച് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ നടക്കുന്നു. ഇവിടെ ഓപ്പറാൻഡ്സ് ഫെച്ച് ചെയ്യുന്നു, നെക്സ്റ്റ് ഡീകോഡിംഗ് നടക്കുന്നു, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്നു. ഓക്കെ, അതായത് ഈ ഒരു 6th ക്ലോക്ക് സൈക്കിൾ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഓൺ ദ വെരി നെക്സ്റ്റ് ക്ലോക്ക് സൈക്കിൾ ഓൺവേർഡ്സ് ദ പൈപ്പ് ലൈൻ വിൽ സ്റ്റാർട്ട്സ് ടു ഫിൽ അഗെയിൻ. ഓക്കെ, ദെൻ ദിസ് ഈസ് അബൌട്ട് ദ ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ്. ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിനകത്ത് എന്താണ് സംഭവിക്കുന്നുണ്ടായിരിക്കും? അപ്പോൾ നമുക്കറിയാം ബേസിക് ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യണം, ദെൻ ഡീകോഡ് ചെയ്യണം, ദെൻ എഫക്റ്റീവ് അഡ്രസ് ഓപ്പറാൻഡ്സിൻ്റെ എഫക്റ്റീവ് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യണം, ദെൻ ആ ഒരു എഫക്റ്റീവ് അഡ്രസ്സ് ചെയ്യുന്ന ഓപ്പറാൻഡ്സ് ഫെച്ച് ചെയ്യണം, അതിനെ എക്സിക്യൂട്ട് ചെയ്യണം, അതിൻ്റെ റിസൾട്ട്സ് സ്റ്റോർ ചെയ്യണം. ഇത്ര ഓപ്പറേഷൻസ് ആണ് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി വേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് 2 സെഗ്മെൻറ്റ് പൈപ്പ് ലൈൻ ആണ് എങ്കിൽ നമുക്ക് അതിനകത്ത് 2 സെഗ്മെൻറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനകത്ത് ഫസ്റ്റ് സെഗ്മെൻറ്റ് ഞാൻ ഇൻസ്ട്രക്ഷൻ ഫെച്ചിങ്ങിന് വേണ്ടിയിട്ടും സെക്കൻഡ് സെഗ്മെൻറ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷന് വേണ്ടിയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് സെഗ്മെൻറ്റിനകത്ത് ഇൻസ്ട്രക്ഷൻ ഫെച്ചിങ്ങിൻ്റെ എല്ലാ ഓപ്പറേഷൻസും നടക്കുന്നുണ്ടായിരിക്കും. സെക്കൻഡ് സെഗ്മെൻറ്റിനകത്ത് അതിനുശേഷം ഫെച്ച് ചെയ്തതിന് ശേഷമുള്ള എല്ലാ ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്നത് സെക്കൻഡ് സെഗ്മെൻറ്റ് ആയിരിക്കും. ദെൻ ഒരു 4 സെഗ്മെൻറ്റ് പൈപ്പ് ലൈൻ സ്ട്രക്ചറാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് നമുക്ക് കുറച്ചും കൂടെ സെഗ്മെൻറ്റ്സ് യൂസ് ചെയ്യാം. അതായത് 4 സെഗ്മെൻറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് സെഗ്മെൻറ്റ് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്നു, സെക്കൻഡ് സെഗ്മെൻറ്റ് ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യുന്നു, തേർഡ് സെഗ്മെൻറ്റ് ഇൻസ്ട്രക്ഷൻ്റെ ഓപ്പറാൻഡ്സിനെ ഫെച്ച് ചെയ്യുന്നു, ദെൻ 5th സെഗ്മെൻറ്റ് ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്ത് റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നു. ദെൻ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ്. Okay, thank you.